കൊണ്ടാണോ ലിജീഷ് കെ കൃഷ്ണനും അങ്ങനെ വ്യക്തിവിരോധമുള്ളത് കൊണ്ടാണോ കെ.സി. രാമചന്ദ്രന് വ്യക്തിവിരോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പെടുത്തി എന്നാണല്ലോ? അങ്ങനെയാണല്ലോ രാമചന്ദ്രനെതിരെ നടപടി വന്നത്. അങ്ങനെയാണെങ്കിൽ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനെതിരെയും അതേ കാര്യം തന്നെ പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കണം. കുഞ്ഞനന്ദനെതിരെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുത്തില്ല. ലിജീഷ്, ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ കോടതി നടപടികൾ അവസാനിക്കുന്നില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തു അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കോടതി അന്തിമ വിധിയല്ല, മുകളിലും കോടതി ഉണ്ട്. ഈ പറഞ്ഞ കെ കൃഷ്ണനും അതുപോലെ ജ്യോതി ബാബുവിനൊക്കെ ഇതിനു മുകളിലുള്ള കോടതിയെ സമീപിക്കാലോ. അവർക്ക് ഇന്നത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള ആനുകൂല്യമൊക്കെ അവർക്കുണ്ടല്ലോ. അപ്പൊ അവിടെ അവർ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കുമായിരിക്കും. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ചർച്ചക്കെടുക്കുന്നതും ഇന്ന് ഈ വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതും ഒരു ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടല്ലേ? ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട ഉമേഷ് ബാബു ഒക്കെ പറയുന്നത് എന്താ? ഞങ്ങൾ വലിയ ബഡായി പറയാന്ന്. ഞങ്ങൾ ബഡായി അല്ല പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന കാര്യം എന്താ? ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ അത് കൂടുതൽ വ്യക്തത വന്നു. CPM-ന്റെ നേതാക്കന്മാരെ വ്യാജരേഖ ചമച്ചും കള്ളപ്രചരണം നടത്തിയും അന്ന് ഭരിച്ചിരുന്ന മിനിസ്റ്ററുടെ സഹായത്തോടെ ഇതിനകത്ത് ഫ്രെയിം ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നുള്ളതല്ലേ? CPM-നകത്ത് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് CPM-ന്റെ നേതൃത്വം പറഞ്ഞതാണ്. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള CPM-ന്റെ ആളുകൾക്ക് പങ്കുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടപ്പം അതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടിയെടുത്ത് പാർട്ടിക്ക് പങ്കില്ല. ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത തരയിൽ ഇടപെട്ടിട്ടുണ്ട്, അവർക്ക് നടപടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് എന്താ? CPM-ന്റെ ഉന്നത നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ ഇപ്പൊ അതാ പറയുന്നു. പിണറായി വിജയനും മറ്റുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുകയാണ്. നിങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണല്ലോ എല്ലാ തെളിവും. അന്ന് ഭരണം നടത്തിയ CPM അല്ലല്ലോ. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചല്ലേ നിങ്ങൾ കോടതിയിൽ പോയത്? ഈ സംഭവം നടന്ന ഏറ്റവും അടുത്ത ദിവസം 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചില്ലേ? RMPയുടെ നേതാവ് ഉൾപ്പെടെ കുമാരൻകുട്ടിയെ വെച്ച് ഉൾപ്പെടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സംവിധാനങ്ങളെല്ലാം വന്നില്ലേ? പഴുതടച്ച അന്വേഷണം എന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നടത്തിയില്ലേ? എല്ലാ സംവിധാനവും ഉപയോഗിച്ച് നടത്തിയിട്ട് വിചാരണ കോടതി വെറുതെ വിട്ടില്ലേ? മോഹനമാഷ് ഉൾപ്പെടെയുള്ള 24 പ്രതികളെ. ആ പ്രതികളെ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അപ്പീൽ പോയത്? ആ പ്രതികളെ അപ്പീൽ 22 പേരെ ഒഴിവാക്കിയില്ലേ? വീണ്ടും അതിൽ മോഹനമാഷ് ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയത് മാത്രമാണോ? CPM ഉന്നയിച്ച വാദം ശരിയാണെന്ന് വരികയാണ്. അതെന്താ നിങ്ങൾ പറയാത്തത്? വ്യാജരേഖ ഉണ്ടാക്കി എന്ന് താഴത്തെ കോടതിയിൽ പറഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞു അത് കോടതി തള്ളി, വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ കോടതി പറഞ്ഞു വ്യാജരേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. ജോസി ചെറിയാനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോസി ചെറിയാനെതിരെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ CPM നേതാക്കന്മാരെ ഇതിൽ പെടുത്താൻ വേണ്ടി കള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയല്ലേ നിങ്ങൾ? ഈ മഹസർ തയ്യാറാക്കുന്ന ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ട കോടതിയിനകത്ത് ഇതിനകത്ത് പറയുന്നുണ്ടെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കോടതി ഇത്രയും പേരെ ശിക്ഷിച്ചത് എങ്ങനെയാണ് ശ്രീ ലിജീഷ്? എനിക്ക് മനസ്സിലാകാത്ത കാര്യം, കോടതി ഇതെല്ലാം വ്യാജരേഖയാണെന്ന് പറയുകയും ചെയ്യുന്നു, അതേസമയം ഇവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ്? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലല്ലോ. കോടതി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ടല്ലേ ഇന്നും 2 പേരെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്? അതല്ലെങ്കിൽ നേരത്തെ ശിക്ഷ വിധിച്ച 12 പേർ, അതിലൊരാളുടെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞിരുന്നു, ലംബോ പ്രദീപൻ. പിന്നെ കുഞ്ഞനന്ദൻ മരിച്ചു. പക്ഷെ ബാക്കിയുള്ള 10 പേരുടെയും ശിക്ഷ ശരിവെക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കണോ എന്ന കാര്യത്തിൽ വാദം കേൾക്കാൻ പോവുകയാണ്. എത്ര മാസങ്ങൾ മോഹനമാഷിനെതിരായി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ലിജീഷ്? ഈ മോഹൻ മാഷിന്റെ മാത്രം കാര്യം പറയാതെ മോഹനൻ മാസ്റ്ററുടെ തൊട്ട് താഴെ വരെ കാര്യങ്ങൾ എത്തിയെന്നേ ലിജീഷെ. മോഹനൻ മാസ്റ്ററുടെ തൊട്ട് താഴെ വരെ കാര്യങ്ങൾ എത്തി. കെ കൃഷ്ണൻ എന്ന് പറയുന്നത് നിസാര നേതാവല്ലല്ലോ. ഞാൻ നേരത്തെ കെ കൃഷ്ണൻ പറഞ്ഞ വാചകം ഇവിടെ പറഞ്ഞല്ലോ. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുമെന്ന് ആഹ്വാനം ചെയ്ത നേതാവല്ലേ കെ കൃഷ്ണൻ? MLA പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ പറയുന്നു. ഈ കോടതി അന്തിമമല്ല. ഇന്ന് കൂട്ടിച്ചേർത്തവർക്കും മേൽക്കോടതിയെ സമീപിക്കാം. അത് അവർക്ക് ബാധകല്ലേ?